പേരാവൂർ ഗ്രാമപഞ്ചായത്ത് 2023-24 ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തീകരിച്ച് നവീകരിച്ച കുനിത്തല റോഡിന്റെ ഉദ്ഘാടനമാണ് തെരുവത്ത് വെച്ച് നടന്നത്. പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വേണുഗോപാലൻ ഉദ്ഘാടനം നിർവഹിച്ചു. 2023-24 സാമ്പത്തിക വർഷത്തെ മെയിൻ്റനൻസ് ഗ്രാൻഡിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ റോഡിന് ഫണ്ട് നമ്മൾ വകയിരുത്തിയത്. പക്ഷെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചില പ്രയാസങ്ങൾ പല രീതിയിലും വന്നതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രവൃത്തി നമുക്ക് സമയബന്ധിതമായി നടത്തി തീർക്കാൻ വേണ്ടി സാധിച്ചിരുന്നു. അതൊന്ന് ജലജീവൻ മിഷൻ്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പൈപ്പ് ഇടലുമായി ബന്ധപ്പെട്ട് ഡ്രെയിനേജ് എടുത്തു. അതോടൊപ്പം തന്നെ വീണ്ടും അന്ന് ടെൻഡറായതാണ്, വളരെ നേരത്തെ തന്നെ ടെൻഡറായതാണ്, തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ടെൻഡറായ വർക്കാണ്. പക്ഷേ ഈ പ്രവൃത്തി തുടങ്ങാൻ നമ്മൾ വൈകി. അത് പലവിധ കാരണങ്ങളുണ്ട്, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ തീർച്ചയായും നമ്മൾ ഈ മെയിൻ്റനൻസ് ഗ്രാൻഡിൽ ഉൾപ്പെടുത്തി ഈ റോഡ് നമ്മൾ റീടാറിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് എസ്റ്റിമേറ്റിൽ ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷേ വല്ലാത്ത പ്രയാസം നാട്ടുകാർക്ക് അനുഭവപ്പെട്ടതിൻ്റെ ഭാഗമായി നമ്മളത് ഭരണസമിതിയിൽ തന്നെ പ്രത്യേക തീരുമാനമെടുത്ത് അതിന് മുൻകൈ എടുത്ത് നമ്മളെ ഉൾപ്പെടെ മുൻകൈ എടുത്ത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്ത് കുറച്ച് സ്ഥലത്ത് ഇതിൻ്റെ യാത്രാക്ലേശം പരിഹരിക്കുക എന്ന അടിയന്തര ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത് നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് 100 മീറ്ററോളം പൂർത്തിയാക്കിയിട്ടുള്ളത്. വൈസ് പ്രസിഡന്റ് നിഷ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നമ്മൾ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ തന്നെ സ്പിൽ ഓവർ പദ്ധതിയിൽ കഴിഞ്ഞ 2023-24 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡ് മെയിൻ്റനൻസിന് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ജലജീവൻ മിഷൻ ഫണ്ട് ഇത് കീറിയാൽ മാത്രമേ നമുക്കിത് വർക്ക് ഏറ്റെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥ വന്നതിന് കൊണ്ടാണ് പൈപ്പ് കയറേണ്ട ഒരു അവസ്ഥ വന്നത്. കൂടാതെ നമുക്ക് കുടിവെള്ള പദ്ധതിൻ്റെ കുടിവെള്ള പദ്ധതിൻ്റെ പൈപ്പും ഈ റോഡിലെ കൂടെ കയറേണ്ട അവസ്ഥ വന്നതുകൊണ്ട് തന്നെ ജനങ്ങളേറെ ഈ ഒരു റോഡുമായി ബന്ധപ്പെട്ട് ഏറെ ക്ലേശം അനുഭവിച്ചിട്ടുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ നിരന്തരം നമ്മൾ ജലജീവൻ മിഷൻ്റെ ആയിട്ടും പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ഒരുപാട് സമയം ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ പെരുമാറ്റച്ചട്ടം കഴിഞ്ഞ ഉടൻ തന്നെ ഈ റോഡിലേക്ക് പ്രസിഡന്റിനെയും കൂട്ടി വരികയും ഇതിൻ്റെ ഒരു പ്രവർത്തനം നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. എന്തായാലും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ശൈലജ ടീച്ചർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV ശരത്ത്, അസിസ്റ്റന്റ് എഞ്ചിനീയർ മാർട്ടിൻ ചാൾസ്, കൊലത്താടൻ ബാലകൃഷ്ണൻ, രമേശൻ കൂടാളി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.